നമ്മൾ അവസാനം ബോട്ടിൽ പോയ വീഡിയോ ആണല്ലോ കണ്ടത്. ബോട്ടിൽ നിന്ന് നമ്മൾ അവിടെയുള്ള ഒരു ഗട്ടിലിറങ്ങി ഗട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് ദശശ്വമേധ് ഗട്ട്. അവിടെയുള്ള ഈ ഗട്ടിന്റെ ആ ഒരു ഭംഗിയൊക്കെ നമ്മൾ നല്ല പോലെ ആസ്വദിച്ചു. എന്നിട്ട് അവിടുത്തെ ലോക്കൽ ഫുഡ്സ് ആണ് നമ്മൾ ട്രൈ ചെയ്തത്. നമ്മൾ അങ്ങനെ റെസ്റ്റോറന്റിലൊന്നും പോയില്ല. ഇവിടുത്തെ ഒത്തന്റിക് ഫുഡ് ട്രൈ ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ നമ്മൾ ഈ ഗട്ടുകളിൽ കൂടെ നടന്നു പോയി കുറെ. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ഈ ഗട്ടിനെ ഇത്രയും മനോഹരാക്കുന്നത്. ഇതൊക്കെ ആര് വരച്ചു എന്നല്ല, അതിന്റെ അടിയിൽ വരച്ച ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്. എന്തായാലും ഈ ചിത്രങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്, നല്ലൊരു പെർഫെക്ഷൻ ഒക്കെയാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. അങ്ങനെ ഓരോ ഗട്ടിലെയും കാഴ്ചകളും അതിന്റെ ഭംഗിയും ഒക്കെ കണ്ട് നമ്മൾ നടന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് നടന്നു ആ ഗട്ടുകളിലൂടെ. കാരണം ഞാൻ മൊത്തത്തിൽ പറഞ്ഞില്ല 84 ഗട്ടുണ്ടെന്ന്. അങ്ങനെ 84 ഗട്ടൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗട്ടുകൾ കണ്ടു. ഇത്രയും ഗട്ടുകൾ എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്. ഒരു കാലുവേദന ഒന്നും നമുക്ക് അനുഭവിച്ചില്ല. നമ്മളാണെങ്കിൽ ഈ ഒരു ഗട്ടുകളിലൂടെ നടന്നുകൊണ്ടിരുന്നത് നട്ടുച്ച സമയത്തായിരുന്നു. ആ ഒരു ഉച്ച സമയത്ത് നല്ല വെയിലൊക്കെ, മടുപ്പോ ക്ഷീണമോ ഒരു വിശപ്പോ ഒന്നും തോന്നിയില്ല. നമ്മൾ എന്തെങ്കിലും കഴിക്കണല്ലോ എന്ന് വിചാരിച്ചാണ് ചിലപ്പോൾ ചില സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ഗട്ടുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരുപാട് സാരി ഷോപ്പൊക്കെ കണ്ടത്. നമ്മൾ അവിടെയുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ബനാറസ് സാരി വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ അതൊന്നും വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തത് കൂടിയല്ല, എന്തോ കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. വളരെ അഫോർഡബിൾ ആയിട്ടാണ് സാരിയും കിട്ടിയത്. പിന്നെ ഒരു ചായയും കുടിച്ച് കുറച്ച് അത്യാവശ്യം എന്തൊക്കെയൊക്കെയോ അവിടെ നിന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ബോട്ടിലേക്ക് റൂമിൽ വന്നു. അപ്പോഴും ഉച്ച സമയമാണ്. നമ്മൾ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഒരു വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ട് ബാക്കി കറങ്ങാന്ന് വിചാരിച്ചു. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ പറയാട്ടോ.